നമ്മളുടെ എന്താ പറയുക സിസ്റ്റത്തിൽ ഏറ്റവും അധികം നല്ലൊരു കാര്യം വന്നത് റിസർവേഷനാണ്. അതായത് ഇപ്പൊ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ജാതി ഭേദമന്യേ എല്ലാവരും മുകളിലേക്ക് കയറി വരണം എന്നുള്ളൊരിതിലാണ് റിസർവേഷൻ വന്നത്. ഇപ്പോൾ സാറാണെങ്കിലും പറഞ്ഞല്ലോ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റിയത് റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് ഇപ്പൊ കാലഘട്ടം മാറി 2026 ആയപ്പോഴത്തേക്കിനും ഒരു ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ റിസർവേഷനൊക്കെ ഇനിയും പ്രാധാന്യമുണ്ടോ എന്നുള്ളത്, അതിനെക്കുറിച്ച് സാറിന് അല്ല, റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സാമ്പത്തിക റിസർവേഷൻ, സാമൂഹ്യമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നു. മുൻകാലങ്ങളിൽ നമുക്കറിയാലോ, കേരള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഞാൻ എന്നെപ്പോലെയുള്ള വിഭാഗത്തിന് വളരെയധികം സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഇതാണ്. ഇപ്പോഴും ഇപ്പോൾ സത്യം പറഞ്ഞാൽ സൂപ്രണ്ട് എഞ്ചിനീയറായിട്ട് ഞാൻ റിട്ടയർ ചെയ്തു. പക്ഷേ ഇപ്പോഴും സൂപ്രണ്ട് എഞ്ചിനീയർ ആണെങ്കിൽ തന്നെയും എന്നെ അറിയപ്പെടുന്നത് ഇന്ന വിഭാഗത്തിലെ ആളെന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു. അതാണ് മാറേണ്ടത്. അങ്ങനെ ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ അംബേദ്കർ ഇങ്ങനെ ഒരു റിസർവേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആ റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ സൂപ്രണ്ട് എഞ്ചിനീയറായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെങ്ങനെ ഈ സമൂഹത്തിൽ ഇങ്ങനെ കയറി വരും. അപ്പോൾ ആ ഒരു റിസർവേഷൻ്റെ അത് പൂർത്തിയായിട്ടില്ല. കാലം മാറും തോറും ആ കാലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടുള്ള ഒരു വ്യത്യാസം ഇനി വരാനിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു നല്ലൊരു ഷർട്ട് ഇട്ട ഇപ്പോഴും എൻ്റെ കൂടെയുള്ളവർ അത് ചോദിക്കും, ഭയങ്കരമാണ്, നമ്മളൊരു ഇത് ചെയ്യും. പക്ഷെ മറ്റ് സമൂഹത്തിൽ, ഞാൻ ഒരു സമയത്ത് കുറ്റപ്പെടുത്തി പറയല്ല, മറ്റ് സമൂഹത്തിലൊരു ആൾ നല്ലൊരു ഷർട്ട് ഇടുന്ന അവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഞാനൊരു നല്ല ഷർട്ടോ അല്ലെങ്കിൽ നല്ലൊരു മുണ്ട് കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ആസ് എ സൂപ്പർ എഞ്ചിനീയർ ഉണ്ടാവും, അപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഡിഫറൻസ് പറയുന്നത്. നമ്മളൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഒരാൾ കയറി വന്നാൽ, സുബ്രഹ്മണ്യൻ എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടർ IAS കാരനാണെങ്കിലും അവനെ എപ്പോഴും കാണുന്നത് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ആ മാറ്റം വരണമെങ്കിൽ ഇത് റിസർച്ച് തുറന്നു പറ്റുള്ളൂ. അത് സാമ്പത്തിക സംവരണമല്ല വേണ്ടത്.